നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് നിന്ന് വ്യത്യസ്തമായി പുതിയൊരു അപ്രോച്ചാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. It is a programming style which is associated with the concept of classes and objects. Okay. പുതിയ സങ്കല്പങ്ങളായ ക്ലാസും ഒബ്ജക്ട്സും ഒക്കെ ഉപയോഗിച്ച് പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് ഊപ്സ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ തന്നെ വിവിധങ്ങളായ കൺസെപ്റ്റുകളായ ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ തുടങ്ങിയ ചില ആശയങ്ങളും നമുക്കിതിന്റെ ഭാഗമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ. The concept of OOPS ഒരു പിക്ചറൽ റെപ്രസെന്റേഷൻ ആണ്. ഓപ്സിന്റെ കൺസെപ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി എന്തൊക്കെ മനസ്സിലാക്കിയിരിക്കണം? എൻകാപ്സുലേഷൻ എന്താണ്, അബ്സ്ട്രാക്ഷൻ എന്താണ്, ഇൻഹെറിറ്റൻസ് എന്താണ്, പോളിമോർഫിസം എന്താണ്, ഈ കൺസെപ്റ്റുകളെല്ലാം ഉൾപ്പെടുത്തി ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ആണ് എന്നു പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. നമ്മൾ ട്രഡീഷണൽ ആയിട്ട് പഠിച്ച പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ നമ്മൾ അതിന്റെ ലോജിക്കലിനായിരുന്നു സിഗ്നിഫിക്കൻസ് കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ അൽഗോരിതത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എന്തിലാണ്? അതിന്റെ ഡേറ്റയ്ക്കാണ്. മോർ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ മോർ ഇമ്പോർട്ടൻസ് എന്തിനെയാണ് കൊടുക്കുന്നത്? ഡേറ്റയാണ്. അതിന് ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ in the case of an object oriented programming language we give more emphasis to എന്താണ്? the data. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. എക്സാമ്പിൾ ഓഫ് ആൻ ഹ്യൂമൻ ബീയിങ്. ഹ്യൂമൻ ബീയിങ്സിനെ ബ്രോഡ്ലി മെയിലും ഫീമെയിലും, പുരുഷൻ സ്ത്രീ എന്ന് രണ്ട് രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ അസ്യൂം ചെയ്യാം. Every human beings we have body parts like hands, legs, eyes and heart etc. കൈകളുണ്ട്, കാല്, കണ്ണുകൾ, ഹൃദയം തുടങ്ങിയ അവയവങ്ങളുണ്ട്. ഈ എല്ലാ ബോഡി പാർട്സുകളും, ഈ പറഞ്ഞിട്ടുള്ള മുകളിൽ പ്രതിപാദിച്ചിട്ടുള്ള എല്ലാ ബോഡി പാർട്സുകളും ഒരു മെയിലായാലും ഫീമെയിലായാലും ഉണ്ടാവും. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചില ബോഡി പാർട്സുകൾ ഉണ്ടാവാം. പുരുഷന് മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ബോഡി പാർട്സോ സ്ത്രീക്ക് മാത്രമായിട്ട് പറയുന്ന ബോഡി പാർട്സോ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായെന്ന് വരാം. ഓക്കെ. ഇനി ഈ ബോഡി പാർട്സ്, കൈ ആയാലും കാലായാലും കണ്ണായാലും ഹൃദയമായാലും ഇതിനൊക്കെ ഓരോ ഫങ്ഷണാലിറ്റീസ് നിർവഹിക്കാൻ കാണും, ഇല്ലേ? നമുക്ക് വാക്ക് ചെയ്യുക, ഈറ്റ്, സീ, ടോക്ക്, ഹിയർ, ഇല്ലേ? കാലുകൾ ഉപയോഗിച്ച് നമ്മൾ നടക്കും, കൈ ഉപയോഗിച്ച് നമ്മൾ ആഹാരം കഴിക്കും, കണ്ണുപയോഗിച്ച് നമ്മൾ കാണും, അല്ലെങ്കിൽ വായു ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കും, ചെവി ഉപയോഗിച്ച് കേൾക്കും, ഹൃദയം ഉപയോഗിച്ച് ഹൃദയമിടിപ്പുണ്ടാവും. ഇങ്ങനെയുള്ള ഓരോ അവയവങ്ങൾക്കും ഓരോ ഫങ്ഷണാലിറ്റീസ് ഉണ്ടാവും. അന്നേരം ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ എന്താണ്? അതിന്റെ പാർട്സും അതിന്റെ ഫങ്ഷണാലിറ്റിയുടെ കൂടിച്ചേർന്നാണ് ഒരു റിയൽ ഒബ്ജക്റ്റ് ഉണ്ടാവുന്നത്. ഇനി ക്ലാസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഹ്യൂമൻ ബീയിങ് എന്നൊരു ക്ലാസ് ഉണ്ടാക്കുവാന്ന് വിചാരിക്കുക. എ ക്ലാസ്, ഇറ്റ് ഈസ് ദ ഡിസൈൻ ഓർ ബ്ലൂ പ്രിന്റ് ഓഫ് എനി എൻറ്റിറ്റി വിച്ച് ഡിഫൈൻസ് ദ കോർ പ്രോപ്പർട്ടീസ് ആൻഡ് ഫങ്ഷൻസ്. അങ്ങനെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, അതൊരു ഡിസൈൻ സ്പെക്ക് മാത്രമാണ്, ഒരു സ്ട്രക്ചർ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിന്റ് മാത്രമാണ്. എന്തിന്റെ? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് മാത്രമാണ്. എന്താണ്? ഇത് ഡിഫൈൻ ചെയ്യും. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനകത്ത് അവയവങ്ങളായിട്ട് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡേറ്റ പാർട്ടായിട്ട് വരുന്നത്. ഇനി ആ ഓരോ അവയവങ്ങൾക്കും എന്താണ് പ്രവർത്തിക്കാനുള്ളത്, ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കും, ഇതെല്ലാം കൂട്ടിച്ചേർന്ന് ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കുക, ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുക. ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്ലാസ് കൊണ്ട് ഉണ്ടാക്കുന്നത്, മനസ്സിലാക്കുന്നത്.
An important point to be noted here is that a class is just a design where everything is defined. നമ്മൾ എല്ലാം വ്യക്തത വരുത്തി എല്ലാം എന്തൊക്കെയുണ്ട് എന്തൊക്കെ ചെയ്യുന്നു എന്ന് വ്യക്തത വരുത്തുന്ന ഒരു ഡിസൈൻ ഫേസ് മാത്രമാണ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. We can say it as a type. Human being is a type. അല്ലേ? എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഹ്യൂമൻ ബീയിങ് ഒരു ക്ലാസ് ഉണ്ടാക്കിയാൽ ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എന്തൊക്കെ അവയവങ്ങൾ ഉണ്ടായിരിക്കും, അവയവത്തിൽ എന്തൊക്കെ കാണും, അതിന് ഡിഫൈൻ ചെയ്യണമല്ലോ. അതിന് ഡിസൈൻ ഫേസിലെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ക്ലാസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്ലാസ് ഉണ്ടാക്കുന്നത്. When we say we are human beings, we mean we belong to that type or class. മനസ്സിലായില്ലേ? നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണെന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബീയിങ് ബൈ ടൈപ്പ് ഒരു ക്ലാസ് ഉണ്ടാക്കിയാൽ എന്ത് മനസ്സിലാക്കാം, അത് ഹ്യൂമൻ ബീയിങ് ടൈപ്പ് ആണെന്നോ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ് ക്ലാസ് ടൈപ്പ് ആണെന്നോ നമുക്ക് പ്രതികരിക്കാം. അതുകൊണ്ട് ക്ലാസ് കൊണ്ട് നമ്മൾ അതിന്റെ ക്ലിയർ കട്ട് ഡെഫിനിഷൻ ഉണ്ടാക്കി എടുക്കുവാണ്. ഈ ഡിസൈൻ ഫേസിൽ ഇത് ഇന്നതൊക്കെ ആയിരിക്കും, ഇന്നതൊക്കെ ഇതിന്റെ പാർട്ടായിട്ട് ഉണ്ടാവും, ഇന്ന പാർട്ടിനൊക്കെ ഇന്ന ജോലികൾ ചെയ്യാൻ പറ്റും, ഇതൊക്കെ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞൊരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാക്കുന്നതാണ് എന്ത് ഉപയോഗിക്കുന്നത്, ക്ലാസ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത അതിനോട് റിലേറ്റ് ചെയ്തിരുന്നതാണ് ഒബ്ജക്റ്റ്. ആൻ ഒബ്ജക്റ്റ് is an instance of a class which has physical existence. അതാണ് പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സിന് ജീവൻ വെക്കുന്നതാണ്, അല്ലെങ്കിൽ ക്ലാസ് എന്നൊരു രൂപം പ്രാപിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അതിന് ലൈഫ് ഉണ്ടാവുമ്പോഴാണ്, അല്ലെങ്കിൽ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാവുന്നതിനെയാണ്, ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇൻസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. താഴെ പറഞ്ഞു നോക്കുന്നത് കുറച്ചുകൂടെ എഴുതുന്നു. നമ്മൾ ഹ്യൂമൻ ബീയിങ്ങിന് ഒരു ക്ലാസിനെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു ടൈപ്പിനെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ മൈ നെയിം ഈസ് അഭിഷേക്. ഇവിടെ അഭിഷേക് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് അല്ലെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാവുകയാണ് അല്ലെ. റിയാലിറ്റിയിൽ അഭിഷേക് എന്ന് പറഞ്ഞാൽ എന്ത് പറയാം, ഐ ആം ആൻ ഒബ്ജക്റ്റ് ഓഫ് ക്ലാസ് മെയിൽ, വേറെ ഇത് പറയാം അല്ലെ. അഭിഷേക് എന്ന് പറഞ്ഞ ഒരു പുരുഷനാണെന്ന് ധരിക്കുകയാണെങ്കിൽ എന്താണ്, അയാള് മെയിൽ ടൈപ്പ് ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. അല്ലെങ്കിൽ വേറെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ് ടൈപ്പ് ക്ലാസ്സിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഒരു ഒബ്ജക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, അഭിഷേക് എന്ന് പറയുന്നത്. ഓക്കെ. അല്ലെങ്കിൽ മെയിൽ എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഇൻസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്, അഭിഷേക് എന്ന് പറയുന്നു. ഓക്കെ. അന്നേരം ക്ലാസ് എന്ന് പറയുമ്പം അതിന്റെ ഡിസൈൻ സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ, അതിന് റിയൽ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു ഇൻസ്റ്റൻസ് ആയി മാറുന്നത് അറികഴിയുമ്പോൾ എന്തെന്ന് പറയും, ഒരു ഒബ്ജക്റ്റ് എന്ന് പറയും. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം, ഒരു മെയിൽ ക്ലാസ്. ഓക്കെ. ഹ്യൂമൻ ബീയിങ് ക്ലാസ്സിനകത്ത് തന്നെ ബോഡി പാർട്സ്, ഹാൻഡ്സ് ഉണ്ട്, ലെഗ്സ് ഉണ്ട്, ഐസ് ഉണ്ട്, എക്സെട്ര ഉണ്ട്. ആൻഡ് ഫങ്ഷണാലിറ്റീസ്, വാക്ക്, ടാക്ക്, സീ, ഈറ്റ്, എക്സെട്ര. ഇതെല്ലാം കൂടെ കൂടി ചേർന്ന് ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നതിൽ നിന്നും നമ്മൾ സ്പെസിഫൈ ചെയ്തത് മെയിൽ ക്ലാസ് ഉണ്ടാക്കണം. അതിന് വേറെ മെയിൽ ക്ലാസ് ഉണ്ടാക്കണം. അങ്ങനെ മെയിൽ ക്ലാസിന്റെ ഇന്റഗ്രൽ പാർട്ടായിട്ട് എന്ത് വരുന്ന വിചാരിക്കും, ഒരു ഹ്യൂമൻ ബീയിങ് ക്ലാസ്സും വരുന്ന വിചാരിക്കും. അന്നേരം ആൾ ഹ്യൂമൻ ബീയിങ്സ് ആർ ഓഫ് ഈസ് ദ ടൈപ്പ് എന്താണ്, അല്ലെങ്കിൽ മെയിൽ എന്ന് പറയുന്നത് ഒരു ഈസ് എ ഹ്യൂമൻ ബീയിങ് എന്ന് പറയാം. അന്നേരം നമുക്ക് എന്ത് പറയാൻ വേണമെങ്കിൽ ഹ്യൂമൻ ബീയിങ് എന്നൊരു സബ് ക്ലാസ് ആണെന്ന് പറയാം. ഇനി നമ്മൾ പറയാണ് മെയിൽ ടൈപ്പ് ഒരു ഒബ്ജക്റ്റ് ആണ് അഭിഷേക്, അതുപോലെ തന്നെ മെയിൽ ടൈപ്പ് ഒരു ഒബ്ജക്റ്റ് ആണ് അനിൽ എന്ന് വേണമെങ്കിൽ പറയാം. അന്നേരം അനിലും അഭിഷേകും എന്താണ്, രണ്ട് ഒബ്ജക്ട്സ് ആണ്. ഏത് ടൈപ്പ് ആണ്, മെയിൽ ടൈപ്പ് ആണ്. ക്ലിയർ? ഇനി എന്താണ് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന കൺസെപ്റ്റ് ആണ് ഇൻഹെറിറ്റൻസ്. അന്നേരം ഇൻഹെറിറ്റൻസ് പറഞ്ഞാൽ ഒന്നിൽ നിന്നും ഒന്ന് അടിസ്ഥാനപരമായി ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ ഫീച്ചേഴ്സ് ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരെണ്ണത്തിനെ ഡിറൈവ് ചെയ്തെടുക്കുന്ന കൺസെപ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഹ്യൂമൻ ബീയിങ് ഒരു ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഹ്യൂമൻ ബീയിങ്സിന് കോമൺ ആയിട്ട് ഹാൻഡ്സും ലെഗ്സും ഐസും ഉണ്ട്, വാക്കും ടാക്കും സീയും ഈറ്റും ഉണ്ട്. ഈ ഫീച്ചേഴ്സ് എല്ലാം തന്നെ മെയിൽ ക്ലാസ്സിനും ഉണ്ടാവും, ഫീമെയിൽ ക്ലാസ്സിനും ഉണ്ടാവും. ഇനി ഹ്യൂമൻ ബീയിങ്സിനായിട്ട് അഡീഷണൽ ആയിട്ട് വരുന്ന എന്തെങ്കിലും ഫീച്ചറുകൾ ചിലപ്പോൾ മെയിലിനും ഉണ്ടാവും, വേറെ ഏതെങ്കിലും അഡീഷണൽ ഫീച്ചറുകൾ ഈ അടിസ്ഥാനപരമായ ഹ്യൂമൻ ബീയിങ്സ് വരാത്ത എന്തെങ്കിലും ഫീച്ചറുകൾ ആർക്കും ഉണ്ടാവും, ഫീമെയിൽ ക്ലാസ്സിനും ഉണ്ടാവും. ഇൻ ജനറലി പറഞ്ഞാൽ മെയിൽ ക്ലാസ് ഇൻഹെറിറ്റ്സ് ആൾ ദ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ് എന്നും പറയാം. അല്ലെങ്കിൽ വേറെ ഇത് എങ്ങനെ പറയാം, ഫീമെയിൽ ക്ലാസ്സും ആൾസോ ഇൻഹെറിറ്റ്സ് ആൾ ദ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ് ക്ലാസ്. ഓക്കെ. ഇത് കൂടാതെ മെയിൽ ക്ലാസ്സിനും ഫീമെയിൽ ക്ലാസ്സിനും അതിൻ്റെതായ അഡീഷണൽ ഫീച്ചേഴ്സും ഉണ്ടാവും. അന്നേരം
ഉള്ളതിൽ നിന്നും നിലവിലുള്ളതിൽ നിന്നും കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഓവർറൈഡ് ചെയ്ത് പുതിയ ഫീച്ചറുകൾ ആഡ് ചെയ്ത് പുതിയൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു ക്ലാസ് ഉണ്ടാക്കി എടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇൻഹെറിറ്റൻസിന് എപ്പോഴും ഒരു പേരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. എക്സിസ്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ പേരന്റ് എന്നും അതിൽ നിന്ന് ഡെറൈവ് ചെയ്തെടുക്കുന്നതിന് നമുക്ക് എന്തെന്നും പറയാം, ചൈൽഡ് എന്നും പറയാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ചൈൽഡിന് പേരന്റിൻ്റെതായ എല്ലാ ഫീച്ചേഴ്സും കാണും, അതുകൂടാതെ ചൈൽഡിൻ്റെതായ സ്വന്തമായിട്ടുള്ള പുതിയ ഫീച്ചറുകളും ഉണ്ടാവും. ഈ കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി വേറൊരു കൺസെപ്റ്റ് ആണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഗ്രൂപ്പ്സിലൊക്കെ ഉപയോഗിക്കുന്ന അബ്സ്ട്രാക്ഷൻ. Abstraction means hiding the details from outside the world. ഇവിടെ നമ്മൾ നോക്കുക, നേരത്തെ ഹ്യൂമൻ ബീയിങ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. അതിന്റെ ഡീറ്റെയിൽസ് ആയ ഹാൻഡ്സ്, ലെഗ്സ്, ഐസ് എന്ന് പറഞ്ഞ ബോഡി പാർട്സിനെ കുറിച്ചും അതിന്റെ ബോഡി ഫങ്ഷണാലിറ്റീസ് ആയ വാക്ക്, ടാക്ക്, സീ, ഈറ്റ് എന്നൊക്കെ പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ പ്രതിപാദിച്ചിരുന്നു. പക്ഷെ പുതിയ വീഡിയോ സ്ക്രീനിൽ വന്നപ്പോൾ ശ്രദ്ധിക്കും, ഹ്യൂമൻ ബീയിങ്സ് ഉള്ളതിനകത്ത് ആ ഇൻഫർമേഷൻസ് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അന്നേരം പുറം ലോകത്തിനെ സംബന്ധിച്ചോളം അത് ഇന്റേണൽ പാർട്സ് ആണ്, നമ്മുടെ പാർട്സിനെ അത് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചേക്കണം. ആവശ്യം അതിനെ അങ്ങനെ അബ്സ്ട്രാക്ട് വെച്ചേക്കണം, അത് അതിന്റെ കമ്പോണന്റ് ആക്കി മാറ്റി വെച്ചേക്കുവാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ഫാൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഫാൻ നമ്മളെ സംബന്ധിച്ചോളം ഫാനിനകത്ത് എന്തൊക്കെയോ ഇന്റേണൽ കമ്പോണൻസ് ഉണ്ട്, ഓരോന്നും ഓരോ ഫങ്ഷണാലിറ്റീസ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചോളം ഫാൻ ഓൺ ആക്കിയാൽ കറങ്ങുക, അല്ലെങ്കിൽ ഓഫ് ആക്കുമ്പോൾ അത് കറക്കം നിൽക്കുക. അന്നേരം അതിന്റെ ഇന്റേണൽ വർക്കിങ്ങിനെയൊക്കെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് ഹിഡൻ ആയി വെച്ചേക്കാം, അല്ലെങ്കിൽ ഒറ്റ ആയിട്ട് അത് കമ്പോണന്റ് ആക്കി നമ്മൾ പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാത്ത രീതിയിൽ അതിന്റെ ഡേറ്റ മോഡ്യൂളിനെ നമ്മൾ അബ്സ്ട്രാക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അതിനാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഐ നോ ഹ്യൂമൻ ബീയിങ്സ് ക്യാൻ വാക്ക്, ടാക്ക്, എക്സെട്ര, ബട്ട് ഹൗ. ഇത് അതേ ഉള്ളൂ, അതിന്റെ ഫങ്ഷണാലിറ്റീസ് എങ്ങനെ നടക്കുന്നുള്ള ഇന്റേണൽ പ്രവർത്തനം നമുക്കറിയാം. നടക്കണം, ഓടണം, തിന്നണം, ആ കൺസെപ്റ്റുകളേ ഉള്ളൂ. അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനുള്ള എല്ലാവരും അറിഞ്ഞിരിക്കണമെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഡിസൈൻ ഫേസിൽ സോഫ്റ്റ്വെയർ ചെയ്യുമ്പോഴും ആ സോഫ്റ്റ്വെയറിന്റെ ആ ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചുള്ള ആ ഫങ്ഷൻസ് യൂസ് ചെയ്താൽ മതി, അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള സാധനം ഹൈഡ് ചെയ്ത് വെക്കുന്നു. അത് ഒബ്ജക്റ്റിന്റെ ഇന്റഗ്രൽ പാർട്ടായ അകത്ത് ഹിഡൻ ആയിരിക്കും. ഈ കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അബ്സ്ട്രാക്ഷൻ എന്ന് പറയും. അടുത്ത എൻക്യാപ്സുലേഷൻ. എൻക്യാപ്സുലേഷൻ റെഫേഴ്സ് ടു ബൈൻഡിങ് പ്രോപ്പർട്ടീസ് വിത്ത് ഫങ്ഷൻസ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ കേസ് എടുത്താൽ അതിന്റെ പാർട്സിനെ ആയിട്ട് അതിന്റെ ഫങ്ഷണാലിറ്റി ആയിട്ട് ബൈൻഡ് ചെയ്ത് വെക്കുക, ജോയിൻ ചെയ്ത് വെക്കുന്ന അതിന്റെ ഫങ്ഷനായിട്ട് ബൈൻഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണെന്ന് പറയുന്നത് എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ബോഡി പാർട്സിന്റെ ഫങ്ഷൻസ് ആയ ഹോൾഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹാൻഡ്സ്, വി വാക്ക് വിത്ത് ലെഗ്സ്, see with help of eyes, heart pumps, അല്ലെങ്കിൽ ബ്ലഡ്സ്, എക്സെട്ര. അന്നേരം ഈ രീതിയിൽ അതിന്റെ പ്രോപ്പർട്ടിയെ അതിന്റെ ഫങ്ഷണാലിറ്റിയായിട്ട് ബൈൻഡ് ചെയ്ത് ഒറ്റ മോഡ്യൂളാക്കി ഒരു മോഡ്യൂളാക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം, എൻക്യാപ്സുലേഷൻ എന്ന് പറയാം. ഓക്കെ, also in most programming languages we can declare private variables in class which cannot be accessed outside class. അന്നേരം ക്ലാസ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കുന്ന either it is a data part അല്ലെങ്കിൽ ഫങ്ഷണൽ പാർട്ട്, അതിനെ നമുക്ക് എങ്ങനെ പുറം ലോകവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഡേറ്റയെ ഹൈഡ് ചെയ്ത് വെക്കണം, അതിന്റെ ഫങ്ഷണൽ പാർട്സിനെ ഹൈഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഡേറ്റ പാർട്ടിനെ ഹൈഡ് ചെയ്ത് വെക്കണം. ആ രീതിയിലൊക്കെ ആണെങ്കിൽ അതിന്റെ ആക്സസ് സ്പെസിഫിക്കേഷൻ നമ്മൾ എങ്ങനെ കൊടുക്കണം, പ്രൈവറ്റ് ആക്കി കൊടുക്കുക. പ്രൈവറ്റ് ആക്കി നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യവും ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കാണാൻ പറ്റുന്ന പരുവത്തിലായിരിക്കത്തില്ല. നമ്മൾ പുറം ലോകമായിട്ട് എന്തെങ്കിലും കാണുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ ആക്സസ് സ്പെസിഫിക്കേഷൻ എങ്ങനെ പറയണം, പബ്ലിക് ആയി പറയണം. ഇൻ ദ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റിന്റെ കേസിൽ അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഡേറ്റ പാർട്ട് എപ്പോഴും എന്തായിരിക്കും, പ്രൈവറ്റ് ആയിരിക്കും, അത് ഹിഡൻ ആയിരിക്കും. അങ്ങനെയാണ് അബ്സ്ട്രാക്ഷൻ നടപ്പിലാക്കുന്നത്. അത് ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എപ്പോഴും അതിനായിട്ട് എൻകാപ്സുലേറ്റ് ചെയ്ത് ഫങ്ഷണാലിറ്റി ഉപയോഗിച്ചായിരിക്കും പുറം ലോകമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോർമൽ കേസിൽ എന്തായിരിക്കും, പബ്ലിക് ആയിട്ട് വെച്ചിരിക്കും. ഇങ്ങനെ
ഈ പ്രോപ്പർട്ടീസിനെ അല്ലെങ്കിൽ വേരിയബിൾസിനെ അല്ലെങ്കിൽ ഡേറ്റ പാർട്ടിനെ നമ്മൾ പ്രൈവറ്റ് ആക്കി വെക്കുന്ന ഈ സൂക്ഷിക്കുന്ന ഈ കൺസെപ്റ്റിനാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? ഡേറ്റ ഹൈഡിങ്. വേറെ ഇത് പറഞ്ഞ ഡേറ്റ എൻകാപ്സുലേഷൻ ഈസ് ആൾസോ ലീഡ്സ് ടു ഡേറ്റ ഹൈഡിങ്. എൻകാപ്സുലേറ്റ് ചെയ്യുന്നതോടുകൂടി അതിന്റെ ചില പാർട്ടുകൾ ഹിഡൻ ആക്കി മാറ്റുന്നതോടുകൂടി ഔട്ട്സൈഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഫംഗ്ഷൻ വഴി മാത്രമേ സാധിക്കുന്ന രീതിയിലാക്കുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി എന്തും സംഭവിക്കും? ഡേറ്റ ഹൈഡിങ്ങും സംഭവിക്കും. ഇനി അടുത്തൊരു കൺസെപ്റ്റ് പോളിമോർഫിസം. പോളിമോർഫിസം മീൻസ് മെനി ഫോംസ്. It allows us to define more than one way to do something. ഒരു രൂപത്തിൽ അറിയപ്പെടുന്ന സാധനങ്ങൾ വ്യത്യസ്തങ്ങളായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനെ. ഇപ്പം നമ്മളൊരു സിമ്പിൾ എക്സാമ്പിൾ പോളിമോർഫിസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം മൂവ്മെന്റ് ഓഫ് എ വെഹിക്കിൾ ഫ്രം എ ലൊക്കേഷൻ ടു അനദർ ലൊക്കേഷൻ. ഒരു വാഹനം ഓടിച്ചു കൊണ്ടുപോവുക എന്ന് ജനറലി പറയും. വെഹിക്കിൾ ഓടിച്ചു പോയി, എക്സ് എന്ന സ്ഥലത്ത് നിന്ന് വൈയിലോട്ട് ഓടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഒരു വാഹനം ഉപയോഗിച്ചു. ഇനി വാഹനം എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത് ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടാക്കുന്നതായിരിക്കും. വാഹനം എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് ഡിറൈവ് ചെയ്ത് നമ്മളൊരു കാർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വാഹനം എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്ത് നമ്മളൊരു പ്ലെയിൻ ഉണ്ടാക്കി വെച്ചു. വാഹനം എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് തന്നെ ഒരു കപ്പൽ ഉണ്ടാക്കി വെച്ചു. അന്നേരം ഇതിന്റെ എല്ലാം മൂവ്മെന്റ് ഉണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് ഓടിച്ചുകൊണ്ട് പോവാം. പക്ഷെ ഓടിച്ചുകൊണ്ട് പോവാ എന്നുള്ള ഫങ്ഷണാലിറ്റി ആണെങ്കിലും അക്കോർഡിംഗ് ടു ദ ഒബ്ജക്ട് ഇറ്റ് വർക്ക്സ് ഇൻ ഡിഫറെന്റ് ഫോംസ്. നമുക്കറിയാം മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന അതേ കൺസെപ്റ്റും അതേ എഞ്ചിൻ മെക്കാനിസവും അതേ ഫ്യൂവൽ ഉപയോഗിച്ചല്ല ഒരു പ്ലെയിനിന്റെ മൂവ്മെന്റ്. അതിന് ഉപയോഗിക്കുന്ന പ്രതലം ഉൾപ്പെടെ മാറും. അങ്ങനെ ഒരു പേരിൽ അറിയപ്പെടുന്ന ഫംഗ്ഷൻ തന്നെ വ്യത്യസ്തങ്ങളായ രീതിയിൽ വ്യത്യസ്തങ്ങളായ ഒബ്ജക്റ്റിലൂടെ ചേരുമ്പം പ്രവർത്തിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പോളിമോർഫിസം എന്ന് പറയുന്നത്. പല രൂപത്തിലാവാം. ചിലപ്പോൾ പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സിന്റെ എണ്ണം അനുസരിച്ച് ആർഗ്യുമെന്റ്സിന്റെ ടൈപ്പ് അനുസരിച്ചായിരിക്കും ഒരു രീതി പ്രവർത്തിക്കും. ചിലപ്പോൾ ഏതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യപ്പെടുന്നു അതിനനുസരിച്ചായിരിക്കും അത് വേറൊരു ഫോമിൽ വർക്ക് ചെയ്യുന്നത്. എയ്തർ ബൈ യൂസിങ് ഡിഫറെന്റ് പ്രോസസ് ഫോർ ഇറ്റ് ഓർ ബൈ യൂസിങ് ഡിഫറെന്റ് പാർട്സ് ടു ഡു ഇറ്റ്. അല്ലേ? ഒന്ന് വ്യത്യസ്തങ്ങളായ പ്രോസസ് വഴിയായിരിക്കും, അല്ലെങ്കിൽ ഡിഫറൻഷ്യലായ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചായിരിക്കും വ്യത്യസ്തങ്ങളായ രീതിയിൽ പ്രവർത്തിക്കുന്നത്. എന്നിരുന്നാലും ഒരേ പേരിൽ പറയപ്പെടുന്ന സാധനം വ്യത്യസ്തങ്ങളായ രീതിയിൽ. ഇപ്പം എല്ലാ ഷേപ്പിനും ഏരിയ ഉണ്ട്, നമുക്കറിയാലോ. എല്ലാ ഷേപ്പുകൾക്കും എന്താണ് ഏരിയ കണ്ടുപിടിക്കാം. അന്നേരം ഇപ്പം സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നു, അല്ലെങ്കിൽ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നു. സർക്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയാണ്. റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ വേറൊരു ഫോർമുലയാണ്. അന്നേരം ചുരുക്കി പറഞ്ഞാൽ ഏരിയ എന്നുള്ള ഫംഗ്ഷൻ പല ഫോമിൽ വർക്ക് ചെയ്യും. എങ്ങനെയൊക്കെയാണ്? സർക്കിളിന്റെ കൂടെ ചേരുമ്പോൾ ഒരു രീതി വർക്ക് ചെയ്യും, റെക്ടാങ്കിളിന്റെ കൂടെ ചേരുമ്പോൾ വേറെ രീതി വർക്ക് ചെയ്യും. വേറെ എക്സാമ്പിൾ നമുക്ക് പറഞ്ഞാൽ എലമെന്റ്സ് തന്നെ അടിച്ചപ്പോ ആഡ് എ കോമ ബി, എന്താണ് എയും ബിയും തമ്മിലായിരിക്കും ആഡ് ചെയ്യുന്നത്. ഇനി ആഡ് എ കോമ ബി കോമ സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആദ്യത്തെ എക്സാമ്പിൾ 2 നമ്പറായിരുന്നു ആഡ് ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തെ എക്സാമ്പിൾ എന്തായിരുന്നു? 3 നമ്പറായിരിക്കും ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എണ്ണം അനുസരിച്ച് മാറാം. ഒരേ പേരിൽ അറിയപ്പെടുന്ന ഫങ്ഷണാലിറ്റീസ് അല്ലെങ്കിൽ മെത്തേഡ്സ് വ്യത്യസ്തങ്ങളായ രീതിയിൽ പ്രവർത്തനക്ഷമമാക്കുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം? പോളിമോർഫിസം എന്ന് പറയാം. ഇവിടെ നോക്കാം, ഒരു ഹ്യൂമൻ ബീയിങ് ക്ലാസ് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. വാക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം. നോർമലി ഒരു മനുഷ്യൻ വിചാരിക്കുന്നത് അയാൾ കാലുകൾ ഉപയോഗിച്ച് നടക്കുന്നു. എന്നാൽ കാലൊക്കെ ഏതെങ്കിലും നിർഭാഗ്യവശാൽ നഷ്ടപ്പെട്ട മനുഷ്യൻ അല്ലെങ്കിൽ ഉള്ള മനുഷ്യൻ തന്നെ അയാൾ കൈ ഉപയോഗിച്ചും നടക്കുന്നുണ്ടെങ്കിൽ നടക്കുക എന്നുള്ള പ്രോസസ്സാണ്. പക്ഷെ ഏത് അവയവം ഉപയോഗിച്ച്, ഏത് പാർട്ട് ഉപയോഗിച്ച് എന്നുള്ള വ്യത്യാസം. കൈ ഉപയോഗിച്ചാണ് നടക്കുന്നത്, കാല് ഉപയോഗിച്ച് വേണമെങ്കിൽ നടക്കുന്നത്. ഇങ്ങനെ നടക്കുന്നതിന് നമ്മൾ എന്ത് പറയും? ഓവർലോഡിങ് എന്ന് പറയും. ഇവിടെ പോളിമോർഫിസത്തിന്റെ ഒരു കൺസെപ്റ്റായി എന്താണ് നടക്കുന്നത്? ഓവർലോഡിങ് ആണ് നടക്കുന്നത്. ഇനി ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഹ്യൂമൻ ബീയിങ് ക്ലാസ് തന്നെ നമുക്ക് വാക്ക് ചെയ്യുക ഇല്ലേ? അത് നോർമൽ വാക്കിംഗ് ഉണ്ട്, റിവേഴ്സ് വാക്കിംഗ് ഉണ്ടെന്നായിരിക്കും. അന്നേരം നടക്കുന്നതിന്റെ അന്നേരം റിവേഴ്സ് ഓർഡറിൽ നടക്കുന്നുണ്ടാവും, നേരെ ഓർഡർ നടക്കണം. ഇതെന്താണ്? ഒരേ നടക്കുക എന്നുള്ള പ്രോസസ് തന്നെ വ്യത്യസ്തങ്ങളായ രീതിയിൽ വ്യത്യസ്തങ്ങളായ സമയത്ത് പ്രവർത്തിക്കുന്നതാണ്. ഇതും ഒരു പോളിമോർഫിസം കൺസെപ്റ്റ്. അതായത് നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന്റെ ബേസിക് കൺസെപ്റ്റ്സ് ആണ്. അതിനകത്ത് നമ്മൾ അടിസ്ഥാനപരമായി ക്ലാസ് എന്താ പഠിച്ചു, ഒബ്ജക്റ്റ് എന്താണ് പഠിച്ചു, അതിന്റെ കുറച്ച് ബേസിക് കോമൺ ഫീച്ചേഴ്സ് ആയ
അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇതുകൂടാതെ പിന്നെന്താണ്, നമ്മൾ പ്രൈവറ്റ് ആക്സസ് സ്പെസിഫയർ, പബ്ലിക് ആക്സസ് സ്പെസിഫയർ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, ഇനി വരും സെഷനിൽ നമുക്ക് എന്താണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എങ്ങനെ PHP യിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, താങ്ക് യു. Please wait for next video.